ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്സ് വിത്ത് ആര്യ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അളവുകൾ എന്ന ടോപ്പിക്കാണ് ഈ ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ CGS സിസ്റ്റം, സെക്കൻഡ് വൺ MKS സിസ്റ്റം, തേർഡ് വൺ FPS സിസ്റ്റം. അപ്പോൾ 3 രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് CGS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് FPS സിസ്റ്റം. ഇനി എന്താണ് CGS സിസ്റ്റം? CGS സിസ്റ്റം മീൻ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKS ആണെങ്കിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPS ആണെങ്കിൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീളം, സമയം, ഭാരം, അവയാണ് അടിസ്ഥാന അളവുകൾ. അപ്പം അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ്? നീളം, സമയം, ദാറ്റ് ഈസ് ലെങ്ത്, ടൈം, മാസ്, അവയാണ് അടിസ്ഥാനപരമായിട്ടുള്ള അളവുകൾ. ഇവയുടെ വിവിധ സമ്പ്രദായത്തിലെ യൂണിറ്റുകൾ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കിയാലോ. അതായത് CGSലെയും MKSലെയും FPSലെയും അടിസ്ഥാന അളവുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്കൊരു കോളം തിരിച്ച് ഒരു ടേബിളാക്കി നമുക്ക് എഴുതാം. ഇതിൽ നമ്മൾ നീളം, ഭാരം, സമയം എഴുതിയിട്ടുണ്ട്. CGS, MKS, FPS എന്ന് എഴുതിയിട്ടുണ്ട്. നീളം CGSലെ സെൻറ്റിമീറ്റർ, MKSലെ മീറ്റർ, FPSലെ ഫൂട്ട്. ഭാരം CGSലെ ഗ്രാം, MKSലെ കിലോഗ്രാം, FPSലെ പൗണ്ട്. സമയം ആണെങ്കിൽ CGSലും MKSലും FPSലും സെക്കൻഡിലാണ് പറയുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ യൂണിറ്റിനെ കുറിച്ചാണ്. ലോകവ്യാപകമായി ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ച് വരുന്ന യൂണിറ്റാണ് SI യൂണിറ്റുകൾ, അതായത് സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റുകൾ. MKS എന്ന ആ ഒരു യൂണിറ്റിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ്. അപ്പോൾ MKSൻ്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റുകൾ. ഈ SI യൂണിറ്റ് സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. 1960 മുതൽ ശാസ്ത്രലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായി ഉപയോഗിച്ച് വരുന്നുണ്ട്. അടുത്തതായിട്ട് SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ, ആ 7 അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നീളം, ലെങ്ത്, അതിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. പിണ്ഡം, അതായത് മാസ്, അതിൻ്റേത് കിലോഗ്രാം. സമയം, ടൈം, സെക്കൻഡ്. ഊഷ്മാവ്, ടെമ്പറേച്ചർ, കെൽവിനാണ് യൂണിറ്റ്. വൈദ്യുത പ്രവാഹം, ദാറ്റ് ഈസ് കറണ്ട്, അത് ആംപിയറിലാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രകാശ തീവ്രത, അതായത് ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ യൂണിറ്റാണ് കാൻഡല. അടുത്തത് പദാർത്ഥത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അത് പറയുന്നത് മോളിലാണ്. ഇവയാണ് SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ. സദിശ അളവുകളും അതിശ അളവുകളും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വെക്ടർ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് സദിശ അളവുകൾ. എന്താണ് സദിശ അളവുകൾ? ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. ഇവയെക്കുറിച്ച് പറയുമ്പോൾ ഇവയുടെ ഡയറക്ഷൻ കൂടി ചേർത്ത് വേണം നമ്മൾ പറയാൻ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. അടുത്തതാണ് അതിശ അളവുകൾ, അതായത് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഈ സ്കേലാർ ക്വാണ്ടിറ്റീസ് പ്രസ്താവിക്കുമ്പോൾ അവിടെ ദിശ ചേർത്ത് പറയരുത്. അവിടെ നമുക്ക് ദിശയുടെ ആവശ്യമില്ല. എക്സാമ്പിൾസ് ആണ് സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത മുതലായവ. ഈ യൂണിറ്റുകൾ പ്രസ്താവിക്കുമ്പോൾ അവിടെ ദിശയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് അതിശ അളവുകളാണ്. അവിടെ നമുക്ക് ദിശ പ്രസ്താവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസും ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റീസും ഉണ്ട്. ദിശ ചേർത്ത് പറയേണ്ടവയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്, ദിശ ചേർക്കാതെ പറയേണ്ടവയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഫിസിക്സിൻ്റെ 2ാമത്തെ ലെസണായ മെഷർമെൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.